അപ്പോൾ നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിക്കേണ്ട പേടിയുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറച്ചൊക്കെ ടെക്നിക്കൽ നോളജ് വേണം, അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മെസ്സേജ് ലോകത്തോട് ഷെയർ ചെയ്യാനും അതുവഴി ആൾക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് ഇത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ലിസൺ ക്ലോസ്ലി, ബിക്കോസ് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് യൂട്യൂബിനേക്കാൾ 1 കോമ്പറ്റീഷൻ കുറവാണ്, 2 ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, 3 നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിക്കേണ്ട കാര്യമില്ല, 4 ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, ആൻഡ് 5 ഇതിൻ്റെ പേരാണ് പോഡ്കാസ്റ്റിംഗ്. സോ എന്താണ് പോഡ്കാസ്റ്റിംഗ്? വാട്ട് ഈസ് പോഡ്കാസ്റ്റിംഗ്? പോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ പേഴ്സണൽ റേഡിയോ പോലെയാണിത്. അപ്പോൾ റേഡിയോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വോയിസ് മാത്രമേ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സണൽ റേഡിയോയുടെ പേരാണ് നിങ്ങളുടെ പോഡ്കാസ്റ്റ്. ഈ പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് ഓഡിയോ രൂപത്തിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓഡിയൻസ് സ്പോട്ടിഫൈയിൽ നിന്നോ അല്ലെങ്കിൽ ഐട്യൂൺസിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ പോഡ്കാസ്റ്റിലോ പോയിട്ട് നിങ്ങളുടെ പോഡ്കാസ്റ്റ് കേൾക്കും. സോ ഇതാണ് പോഡ്കാസ്റ്റിംഗ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റിങ്ങിനെ പറ്റി അറിയുന്നത് എൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് ഇയറിലാണ്. അപ്പോൾ അന്ന് അക്ഷയേട്ടൻ എന്ന് പറയുന്നൊരു ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു, എടാ സായറെ നമുക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോഡ്കാസ്റ്റോ അതെന്താ സാധനം ചോദിച്ചു. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഒരു വിഷയം ചർച്ച ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്ന പരിപാടിക്കാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക. പുള്ളി പറഞ്ഞു നമുക്ക് സിനിമകളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം, മൂവീസിനെ പറ്റിയിട്ട്, സീരിയൽസിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് അന്ന് ആ പോഡ്കാസ്റ്റ് തുടങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ മലയാളി മില്യനെയർ ഷോ. അതിപ്പോൾ സ്പോട്ടിഫൈയിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും അവൈലബിൾ ആണ്. ആ ഷോയിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഗ്രോ ചെയ്യാനുള്ള കുറേ ടിപ്സ്, യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൽ ഗ്രോ ചെയ്യാനുള്ള ടിപ്സും അതുപോലെ തന്നെ അതിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ, അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബ് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ടെക്നിക്കൽ നോളജിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോഡ്കാസ്റ്റ് നിങ്ങൾ കേൾക്കണം. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ യൂട്യൂബ് ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ. സോ ചെക്ക് ദാറ്റ് ഔട്ട്. ഇറ്റ്സ് ദി മലയാളി മില്യനെയർ ഷോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു പോഡ്കാസ്റ്റിംഗ്. ഇനി നമുക്ക് പോഡ്കാസ്റ്റിൻ്റെ ഒരു ചെറിയ ചരിത്രം ഒന്ന് നോക്കാം. ഡേവ് വൈനർ എന്ന പേരുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറും ആഡം കറിയാണോ കുറിയാണോ എന്നറിയില്ല, ആ പേരുള്ള ഒരു വീഡിയോ ജോക്കിയുമാണ് ആദ്യമായിട്ട് ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു പ്രോഗ്രാം കോഡ് ചെയ്തെടുക്കുകയാണ്, ഐപോഡർ എന്ന പേരിലുള്ള. അപ്പോൾ ആ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് റേഡിയോ ഷോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഐപോഡിലേക്ക്. അപ്പോൾ അന്ന് അതാണ് നടന്നത്. അപ്പോൾ ഇത് 2004 അവർ ഈ ഐപോഡർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം പല വലിയ കമ്പനീസും ഈ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ആപ്പിളിനെ പോലുള്ള വലിയ കമ്പനീസ് എന്ത് ചെയ്തു, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആപ്പിൾ 2005 ഐട്യൂൺസ് ഇറക്കി. ഐട്യൂൺസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഐപോഡറിൻ്റെ ഒരു ആപ്പിൾ വെർഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ ഐട്യൂൺസിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫേവറേറ്റ് റേഡിയോ ഷോസ് ഡൗൺലോഡ് ചെയ്യാം, അത് നമുക്ക് സ്ട്രീം ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓൺ റേഡിയോ ഷോസ് അപ്ലോഡ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ ആദ്യ കാലങ്ങളിൽ പോഡ്കാസ്റ്റേഴ്സ് വളരെ കുറവായിരുന്നു, കുറച്ച് നമ്പർ ഓഫ് പോഡ്കാസ്റ്റ് മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം അത് ഒരു പുതിയ മീഡിയ ആയതുകൊണ്ട് അതൊന്ന് ക്ലിക്കാവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ലിസണേഴ്സും ഓഡിയൻസും കുറവായിരുന്നു. പിന്നെ പതിയെ കുറേ പോഡ്കാസ്റ്റ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് സീരിയൽ എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ലോഞ്ച് ആവുന്നത്. ഈ സീരിയൽ എന്ന് പറയുന്ന ഈ പോഡ്കാസ്റ്റിൽ അവർ ചെയ്തിരുന്നത് എന്താണ്, സീരിയൽസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന പോലത്തെ ആ ടൈപ്പ് സീരിയൽസ് അല്ല. അപ്പോൾ ഈ സീരിയലിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് ഇപ്പോൾ ക്രൈം ത്രില്ലർ സ്റ്റോറീസൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ട് അത് ഒരു സീസണായിട്ട് കുറേ എപ്പിസോഡുകളായിട്ട് അപ്ലോഡ് ചെയ്ത് കഥ പറയുന്ന ഒരു ടൈപ്പ് പരിപാടിയായിരുന്നു സീരിയൽ എന്ന് പറയുന്ന പോഡ്കാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സീരിയൽ എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് ശരിക്കും ക്ലിക്കാവാൻ തുടങ്ങി, ഒരുപാട് ഡൗൺലോഡ്സ് കിട്ടി. ഐട്യൂൺസിൽ ഏകദേശം 500 മില്യൺ ഡൗൺലോഡ്സ് ആണ് സീരിയൽ എന്ന് പറയുന്ന ഈ പോഡ്കാസ്റ്റിന് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ശരിക്കും പോഡ്കാസ്റ്റ് വൈറലാവാൻ തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് കൂടുതൽ പോഡ്കാസ്റ്റേഴ്സ് വരാൻ തുടങ്ങി, പോഡ്കാസ്റ്റ് എപ്പിസോഡ്സ് വരാൻ തുടങ്ങി. എസ്പെഷ്യലി സ്റ്റോറി ടെല്ലിംഗ് പോഡ്കാസ്റ്റ് ആയിരുന്നു അന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആകുമ്പോൾ അതിൻ്റെ കഥ മൊത്തം മാറിയിരിക്കുകയാണ്. പോഡ്കാസ്റ്റിംഗ് ഇപ്പോൾ സ്റ്റോറി ടെല്ലേഴ്സിന് വേണ്ടി മാത്രമല്ല, എന്ത് കാര്യത്തിനും നമുക്കൊരു പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ് നമ്മുടെ ഇൻ്റർനെറ്റിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാം. സോളോ കാസ്റ്റ്, അതായത് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് റെക്കോർഡ് ചെയ്തിട്ട് പറയുന്ന ഒരു പരിപാടിയാണ് സോളോ കാസ്റ്റ്. അത് വേണമെങ്കിൽ അതും ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോ റോഗൻ പോഡ്കാസ്റ്റ് ഉണ്ട്. അതാണ് ഇപ്പോൾ
വൺ ഓഫ് ദ ബെസ്റ്റ് പോഡ്കാസ്റ്റ്. അതിൽ പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഗാരി വി ഓഡിയോ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. അതിൽ പുള്ളി ഇൻ്റർവ്യൂവും ചെയ്യും, പിന്നെ പുള്ളിയുടെ വ്യൂസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതാണ്. പുള്ളി ഒരു ഓൺട്രപ്രണർ ആണ്, അമേരിക്കൻ. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ പോഡ്കാസ്റ്റിൽ അവതരിപ്പിക്കാം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞത്. സോ അതാണ് നമുക്ക് പോഡ്കാസ്റ്റിങ്ങിനെ പറ്റി ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങളൊരു പോഡ്കാസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബേസിക്കലി ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ നിങ്ങൾക്ക് അത്ര വലിയ ചിലവൊന്നുമില്ല. ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹോസ്റ്റിംഗ് സർവീസാണ്. ഇപ്പോൾ പോഡ്കാസ്റ്റും യൂട്യൂബും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. പോഡ്കാസ്റ്റിൽ ഹോസ്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷനും വേറെയാണ്. ആദ്യം നിങ്ങൾ ഒരു ഹോസ്റ്റിംഗ് സെലക്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ നമ്മുടെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഹോസ്റ്റാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള സ്പോട്ടിഫൈ അതുപോലെ തന്നെ ഗൂഗിൾ പോഡ്കാസ്റ്റും ഐട്യൂൺസിലേക്കൊക്കെ ഇത് എത്തിക്കുന്നത്. പക്ഷേ യൂട്യൂബിൽ ഇത് രണ്ടും ചെയ്യുന്നത് ആരാണ്? യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൽ വെറുതെ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആദ്യം ഒരു ഹോസ്റ്റിംഗ് സർവീസാണ്. നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ടുള്ള ഹോസ്റ്റിംഗ് സർവീസ് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ടുള്ള ഹോസ്റ്റിംഗ് സർവീസ് അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിക്കുന്ന ഹോസ്റ്റിംഗ് സർവീസ്, എൻ്റെ പോഡ്കാസ്റ്റിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ആങ്കർ എന്ന് പറയുന്ന ഫ്രീ ഹോസ്റ്റിംഗ് സർവീസ് ആണ്. അത് വളരെ ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് സർവീസ് ആണ്. അപ്പോൾ ഓൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. എനിക്ക് ഇതുവരെ ഈ ഹോസ്റ്റിംഗ് സർവീസ് കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു മൈക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ബിൽറ്റ് ഇൻ മൈക്ക് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 2 മൈക്സ് വേണ്ടി വരും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ നിങ്ങൾ PC-യിലാണ് നിങ്ങളുടെ ഓഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒഡാസിറ്റി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടും. ഇനി നിങ്ങൾ മൊബൈലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആങ്കർ എന്ന് പറയുന്ന ഹോസ്റ്റിംഗ് സർവീസിൻ്റെ ആപ്പ് ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ഓഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എഡിറ്റിങ്ങും ഹോസ്റ്റിങ്ങും ഒറ്റ ആപ്പിൽ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഒരു സംശയം ഉണ്ടാവും, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിങ്ങിൻ്റെ മറ്റേ ടൂൾസും കാര്യങ്ങളൊക്കെ വേണ്ടേ, ഒരു ചെറിയ സ്റ്റുഡിയോ ഒക്കെ വേണ്ടി വരുമോ എന്നൊക്കെ തോന്നും. ഒന്നും വേണ്ട. നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ മൈക്കും അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണും വരെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ പോഡ്കാസ്റ്റ് നടത്തുന്നത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ്. സോ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഒരു ഹോസ്റ്റിംഗ് സർവീസ്. രണ്ടാമത്തത് ഒരു മൈക്ക് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ മൂന്നാമത്തത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തിനേലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി കൂടുതൽ അറിയണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പോഡ്കാസ്റ്റ് യൂട്യൂബിനെക്കാട്ടും അടിപൊളിയാണ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുവഴി കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഓൺലൈൻ ബിസിനസ് ഐഡിയാസും ഓൺലൈൻ മണി മേക്കിംഗ് ടിപ്സും ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ചെറിയ നോട്ടിഫിക്കേഷൻ ബെല്ലൂടി ഇനേബിൾ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. സോ എന്തുകൊണ്ടാണ് പോഡ്കാസ്റ്റ് അടിപൊളിയാവുന്നത്? ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ അതിൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പോഡ്കാസ്റ്റിൽ ഓഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും ഓഡിയോ ആണ് ഏറ്റവും എളുപ്പം. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കതിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അധികം നമുക്ക് ടെക്നിക്കൽ നോളജും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഓഡിയൻസിൻ്റെ വാച്ച് ടൈം, ആവറേജ് വാച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. പക്ഷേ പോഡ്കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നീണ്ട പോഡ്കാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 30-45 മിനിറ്റൊക്കെ ആവറേജ് വാച്ച് ടൈം വരും എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അതായത് കൂടുതൽ നേരം ആൾക്കാരനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു മീഡിയം ആണ് പോഡ്കാസ്റ്റ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ് ഈസി ടു കൺസ്യൂം ആണ്. അതായത് നമ്മുടെ ഓഡിയൻസിന് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് അവർക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കാം. അല്ലെങ്കിൽ അവർ ജിമ്മിലാണെങ്കിൽ കേൾക്കാം. പക്ഷേ നമ്മളൊരു യൂട്യൂബ് ചാനലിൽ ഒരു യൂട്യൂബ് വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സമയം മാറ്റി വെക്കേണ്ടി വരും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് കാണണം. അങ്ങനെയുള്ള കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പോഡ്കാസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ഗുണം. പിന്നെ നാലാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്പോൺസേഴ്സ് പോഡ്കാസ്റ്റേഴ്സിന് യൂട്യൂബേഴ്സിനെക്കാട്ടും കൂടുതൽ പൈസ കൊടുക്കും. യൂട്യൂബിനെ പോലെ പോഡ്കാസ്റ്റിലും നമുക്ക് സ്പോൺസർഷിപ്പ് ഡീൽസ് ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ സ്പോൺസേഴ്സ് നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മളൊരു 1 മിനിറ്റ് അവരുടെ സർവീസിനോ അവരുടെ പ്രൊഡക്റ്റിനോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് കൂടുതൽ കാശ് തരും കമ്പയർഡ് ടു യൂട്യൂബ്. കാരണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പോഡ്കാസ്റ്റിന് കിട്ടുന്ന ഓഡിയൻസ് റിട്ടൻഷനാണ്. അതായത് നമ്മുടെ പോഡ്കാസ്റ്റ്
കുറേ നേരം ആൾക്കാർ കാണും. പക്ഷേ വീഡിയോ ഫോർമാറ്റ് അങ്ങനെയല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 മിനിറ്റൊക്കെ ആൾക്കാർ കണ്ടാൽ അത് വളരെ നല്ലതാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ പോഡ്കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 30, 40, 20 മിനിറ്റൊക്കെ ആൾക്കാർ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കേൾക്കും. അതുകൊണ്ട് സ്പോൺസേഴ്സ് പോഡ്കാസ്റ്റേഴ്സിനെ കൂടുതൽ പൈസ കൊടുക്കും. ഇനി 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, പോഡ്കാസ്റ്റ് കുറച്ചും കൂടി പേഴ്സണൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഡയറക്റ്റ് ഒരു ഓഡിയൻസിനോട് സംസാരിക്കുന്ന പോലെ ഓഡിയൻസിന് ഫീൽ ചെയ്യും. അതുവഴി നമുക്ക് ആ ഓഡിയൻസിനായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ അവസാനത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് ഒരു അടിപൊളി കാര്യമാണ്, ഇതിൻ്റെ കോമ്പറ്റീഷൻ കുറവാണ്. ഇപ്പോൾ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഗൂഗിളിൽ പോയിട്ട്, എത്ര യൂട്യൂബ് ചാനൽസ് ലോകത്തുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം 30 മില്യണോളം യൂട്യൂബ് ചാനൽസ് ലോകത്തിലുണ്ട്. പക്ഷേ എത്ര പോഡ്കാസ്റ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ചില സൈറ്റ്സിൽ <1 മില്യൺ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ ഞാൻ അത്ര യോജിക്കുന്നില്ല. ഞാൻ എൻ്റെ റിസർച്ച് അനുസരിച്ച് ഏകദേശം 5 മില്യണോളം പോഡ്കാസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കണം. സോ എന്താണെങ്കിലും 30 മില്യണോ 5 മില്യണോ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു വ്യത്യാസമുണ്ട്. കാരണം പോഡ്കാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ആയിട്ട് 5 വർഷമായിട്ടുള്ളൂ. പക്ഷേ യൂട്യൂബ് എത്രയോ വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോഡ്കാസ്റ്റിൽ യൂട്യൂബിനെക്കാട്ടിയും കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഒരു 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് വലിയൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. കാരണം കൂടുതൽ പേര് ഇപ്പോൾ ഓഡിയോ ഫോർമാറ്റിൽ കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് പോഡ്കാസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്റ്റക്കാണ്, എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഓൺ വോയിസ് ആണ് ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾ തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിൽ കൂടുതൽ കോൺഫിഡൻസ് വരും. നിങ്ങളുടെ മെസ്സേജിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങാം, പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ചെയ്യാം, എന്തും ചെയ്യാം. അപ്പോൾ ആ കണ്ടൻറ്റിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾ ആദ്യം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ അടുത്ത് ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർ ഓടിപ്പോയിട്ട് അതൊക്കെ നിർത്തിയിട്ട് പോഡ്കാസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. യൂട്യൂബ് തുടങ്ങാൻ താല്പര്യമുണ്ട്, പക്ഷേ അതിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോഡ്കാസ്റ്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തന്നെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിലും നിങ്ങൾ ഒരു മടിയും കാണിക്കണ്ട. ബട്ട് ഏതെങ്കിലും ഒന്നിൽ തുടക്കത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പുതിയ പോഡ്കാസ്റ്റ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആയിട്ടുണ്ട്, ദി മലയാളി മില്യനെയർ ഷോ. അതിലേക്കുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ സ്ക്രീനിൻ്റെ താഴെ അതിൻ്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, അധികം മാർക്കറ്റിങ്ങോ കാര്യങ്ങളൊന്നും അതിൻ്റെ ബാക്കിൽ ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 100 പ്ലേസിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഒരു ഫോളോയിങ് ഗ്രോ ചെയ്യാം, അതുപോലെ തന്നെ അതുവഴി നമുക്ക് എങ്ങനെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പോഡ്കാസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വൺ.